തിരുവനന്തപുരം പേരൂർക്കടയിൽ ദളിത് സ്ത്രീയായ ബിന്ദുവിനെ വ്യാജമോഷണ കേസിൽ കുടുക്കാനുള്ള ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ പുറത്ത്. ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. തിരുവനന്തപുരം പനവൂർ സ്വദേശിനി ബിന്ദുവിനെ മോഷണക്കുറ്റം ആരോപിച്ച് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ 20 മണിക്കൂറോളം മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് പോലീസിനെതിരെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പേരൂർക്കട സ്റ്റേഷനിൽ നടന്ന പോലീസ് തിരക്കഥയാണ് ബിന്ദുവിനെതിരായ കേസ്. റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. സ്വർണമാല സോഫയുടെ അടിയിൽ നിന്ന് പരാതിക്കാരിയായ ഓമന ഡാനിയലും മകൾ നിധി ഡാനിയലും SI പ്രസാദിനെ അറിയിച്ചിരുന്നു. ബിന്ദുവിനെതിരെ കേസെടുത്തതിനാൽ മാല കിട്ടിയ കാര്യം പുറത്തു പറയരുതെന്ന് SI നിർദ്ദേശിക്കുകയായിരുന്നു. ചവർക്കൂനയിൽ നിന്നും കിട്ടിയെന്ന് പറയാൻ SI പറഞ്ഞുവെന്നാണ് കണ്ടെത്തൽ. പിന്നീടാണ് ഓമന ഡാനിയൽ മൊഴി നൽകിയത്. കേസില്ലെന്ന് എഴുതി വാങ്ങിക്കുകയും ചെയ്തു. ഒരു ഗ്രേഡ് SI എഴുതി തന്ന മൊഴിയിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്ന് നിധി ഡാനിയൽ പറയുന്നു. ഗ്രേഡ് SI എഡ്വിനാണ് മൊഴി എഴുതി നൽകിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. ഇതിലും ശബ്ദമുണ്ടെന്നാണ് സൂചന. ദളിത് യുവതിയെ മോഷണക്കേസിൽ കുടുക്കാൻ ശ്രമിച്ച പേരൂർക്കട SHO ശിവകുമാർ, ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അമ്പലമുക്ക് സ്വദേശിനിയായ ഓമന ഡാനിയലിന്റെ വീട്ടിലാണ് ബിന്ദു ജോലിക്ക് നിന്നിരുന്നത്. ഇവിടെ നിന്ന് മോഷണം പോയ മാല പിന്നീട് വീടിന് പിന്നിലെ മാലിന്യക്കൂനയിൽ നിന്ന് കണ്ടെത്തിയെന്നായിരുന്നു പോലീസ് നേരത്തെ പറഞ്ഞിരുന്നത്. മോഷ്ടിച്ച മാല ബിന്ദു മാലിന്യക്കൂനയിൽ ഉപേക്ഷിച്ചതാകാമെന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. എന്നാൽ പോലീസ് പറഞ്ഞതെല്ലാം നുണക്കഥയാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട്. വീട്ടുടമയായ ഓമന ഡാനിയലിന് മറവി പ്രശ്നമുണ്ട്. കാണാതായ മാല ഇവർ വീട്ടിനുള്ളിൽ തന്നെ വെച്ചിരുന്നു. വീട്ടിനുള്ളിൽ നിന്നാണ് മാല പിന്നീട് കണ്ടെത്തിയത്. ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്തത് ന്യായീകരിക്കാനാണ് പോലീസ് നുണക്കഥ മെനഞ്ഞതെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. അമ്പലമുക്ക് സ്വദേശിനിയായ ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്ന് സ്വർണമാല മോഷ്ടിച്ചെന്നാരോപിച്ചാണ് ബിന്ദുവിനെ പേരൂർക്കട പോലീസ് കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചത്. വെള്ളം പോലും നൽകാതെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലിരുത്തി ബിന്ദുവിനെ പോലീസ് മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് പരാതി. മാല മോഷ്ടിച്ചില്ലെന്ന് ബിന്ദു ആവർത്തിച്ച് പറഞ്ഞിട്ടും പോലീസ് ഇതൊന്നും ചെവിക്കൊണ്ടില്ല. തുടർന്ന് വീട്ടിൽ നിന്ന് മാല കിട്ടിയതോടെയാണ് മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് ബിന്ദുവിനെ വിട്ടയച്ചത്. ബിന്ദു നൽകിയ പരാതിയെ തുടർന്ന് SIയെയും ASIയെയും സസ്പെൻഡ് ചെയ്തിരുന്നു. സ്റ്റേഷൻ ഇൻസ്പെക്ടറെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റി. പോലീസ് പീഡനത്തിൽ ഉൾപ്പെടെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട ബിന്ദു നൽകിയ പരാതി ജില്ലയ്ക്ക് പുറത്തുള്ള DYSP അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. DYSP വിദ്യാധരന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ നടത്തിയത്.